നമസ്കാരം. സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കേരള സർവകലാശാലയിൽ ഫയൽ നീക്കം സ്തംഭിപ്പിച്ച് VC രജിസ്ട്രാർ പോര്. വിദ്യാർത്ഥികളുടെ പ്രവേശനവും സർട്ടിഫിക്കറ്റ് വിതരണവും ഉൾപ്പെടെ അനിശ്ചിതാവസ്ഥയിൽ. രജിസ്ട്രാർ സർവകലാശാല ആസ്ഥാനത്ത് പ്രവേശിച്ചതിൽ VCക്ക് വിശദീകരണം നൽകി സുരക്ഷാ ഓഫീസർ. പരീക്ഷാഫലത്തിൽ ശാസ്ത്രീയ ഫോർമുലയാണ് സർക്കാർ അവലംബിച്ചതെന്നും എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാനാണ് ശ്രമിച്ചതെന്നും മന്ത്രി ആർ ബിന്ദു. മാധ്യമങ്ങൾ കോടതിയാകേണ്ടെന്നും മന്ത്രി. കീം പ്രവേശന നടപടികൾ ഇന്ന് തുടങ്ങിയേക്കും. ദൗർഭാഗ്യവശാലത് അനർത്ത് അഴിമതിക്കും കൊള്ളയ്ക്കും വേണ്ടി ഇത് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വൈദ്യുതി മന്ത്രിയും അനർത്തിൻ്റെ സിഇഒയും ചേർന്ന് 240 കോടി രൂപയിൽ 100 കോടി രൂപയുടെ അഴിമതിക്കാണ് ഇവിടെ കളമൊരുക്കിയത്. PM കുസും പദ്ധതിയിൽ അനർട്ട് സിഇഒ വിളിച്ച ടെൻഡറിൽ 100 കോടി രൂപയുടെ ക്രമക്കേടെന്ന് രമേശ് ചെന്നിത്തല. കേരളത്തിൽ ടെൻഡർ നൽകിയത് കേന്ദ്രം നിശ്ചയിച്ച ബെഞ്ച് മാർക്കിന്റെ ഇരട്ടിയിലേറെ റേറ്റിന്. വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിക്കും അഴിമതിയിൽ പങ്കുണ്ടെന്നും ആരോപണം. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ സുരക്ഷാ വീഴ്ച. നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ നിന്ന് ഇരുമ്പു കമ്പി യാത്രക്കാരുടെ തലയിലേക്ക് വീണു. 2 പേർക്ക് പരിക്ക്. കണ്ണൂർ വളപട്ടണത്ത് റെയിൽവേ ട്രാക്കിൽ കോൺക്രീറ്റ് സ്ലാബ്. ശ്രദ്ധയിൽപ്പെട്ടത് പുലർച്ചെ കൊച്ചുവേളി ഭാവ്നഗർ എക്സ്പ്രസ് കടന്നുപോകുന്ന സമയത്ത്. ചെങ്ങന്നൂർ ഭാസ്കരക്കാരനവർ വധക്കേസ് പ്രതി ഷെറിനടക്കം 11 പേർ ജയിൽ മോചിതരാകുന്നു. ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കാൻ അനുമതി. സർക്കാർ ശുപാർശ ഗവർണർ അംഗീകരിച്ചു. മോചനം തടവു ശിക്ഷ 14 വർഷം പൂർത്തിയായതിന് പിന്നാലെ. കൊച്ചി BPCLനു സമീപമുള്ള അയ്യൻകുഴിയിലെ ജനജീവിതം ദുരിതത്തിൽ. മലിനീകരണ ഭീഷണിയിൽ ജീവിക്കുന്നത് 42 കുടുംബങ്ങൾ. റിഫൈനറിയിലെ പൊട്ടിത്തെറിയെ തുടർന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് സമീപത്തെ ടൂറിസ്റ്റ് ഹോമിൽ. പ്രദേശം വാസയോഗ്യമാണോ എന്ന് പരിശോധിക്കാനുള്ള സംഘം ഉച്ചയ്ക്ക് ശേഷം സ്ഥലത്തെത്തും. കേരള സർവകലാശാലയിൽ ഫയൽ നീക്കം സ്തംഭിപ്പിച്ച് VC രജിസ്ട്രാർ പോര്. വിദ്യാർത്ഥികളുടെ പ്രവേശനവും സർട്ടിഫിക്കറ്റ് വിതരണവും ഉൾപ്പെടെ അനിശ്ചിതാവസ്ഥയിൽ. സിൻഡിക്കേറ്റിന്റെ രജിസ്ട്രാറായി KS അനിൽകുമാറും VC നിയമിച്ച രജിസ്ട്രാറായി മിനി കാപ്പനും തുടരുമ്പോൾ സർവകലാശാലയിലെ ഭരണം നിശ്ചലമാവുകയാണ്. അൺഫിലിറ്റ് ഡിസൂസയുണ്ട് വിവരങ്ങളുമായി. അൺഫിലിറ്റ്, ഈ ഒരു സർവകലാശാലയിലെ പോര് മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ്. ഭരണസ്തംഭനത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒപ്പം വിദ്യാർത്ഥികളുടെ ഭാവിയും അനിശ്ചിതത്തിലാവുകയാണ്. ഈ പ്രശ്നം പരിഹരിക്കേണ്ടവർ തന്നെ 2 തട്ടിലാകുമ്പോൾ ഇതിന് അടുത്തെങ്ങാനും ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകുമോ? തീർച്ചയായും ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് തന്നെ കളങ്കമുണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഏറ്റവും പ്രമുഖമായ സർവകലാശാല കേരള സർവകലാശാലയിൽ രജിസ്ട്രാറും VCയും 2 തട്ടിലായി നിന്നുകൊണ്ടുള്ള ഈ പോരെന്ന് പറയുന്ന അനുദിനം മൂർച്ഛിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കുറച്ച് ദിവസമായി തുടങ്ങിയ ഈ ഒരു പോര് അവസാനിക്കുന്നില്ല. മാത്രമല്ല സസ്പെൻഷൻ, അതോടൊപ്പം തന്നെ പുതിയൊരാളെ നിയമിക്കുന്നു, അയാൾക്ക് കസേര ഒഴിഞ്ഞു കൊടുക്കുന്നില്ല. വലിയ രീതിയിലൊരു കസേരകളി നടക്കുന്നു. കസേര കളിക്ക് അപ്പുറത്തേക്ക് അതൊരു ഭരണസ്തംഭനത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഫയൽ നീക്കങ്ങൾ പൂർണ്ണമായി നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിലൂടെ ഈ 100 കണക്കിന് വിദ്യാർത്ഥികളുടെ ഒരു ഭാവി പോലും തുലാസിലാകുന്ന ഒരു സാഹചര്യമാണ്. ഉന്നത വിദ്യാഭ്യാസമാണ്. പല വിദ്യാർത്ഥികൾക്ക് പ്രവേശനം, അഫിലിയേഷൻ, സർട്ടിഫിക്കറ്റ് ഒപ്പിടുക, ഇതൊക്കെ തന്നെ രജിസ്ട്രാറുടെ നിർണായകമായ ഒരു റോൾ, ചുമതല നിർവഹിക്കേണ്ടത് ആരാണ്? ആ പദവിയിലാണ് 2 പേർ. ഒരാളെ VC നിയമിക്കുന്നു, മിനി കാപ്പൻ VC നിയമിച്ചു എന്ന അധികാരം ഉയർത്തി അത് മിനി കാപ്പൻ ഒരു കസേരയിലിരിക്കുന്നു രജിസ്ട്രാർ എന്ന പദവിയിൽ. അതേസമയം നിലവിലുണ്ടായിരുന്ന രജിസ്ട്രാർ പക്ഷേ സസ്പെൻഷൻ ആണെങ്കിൽ പോലും സിൻഡിക്കേറ്റിന്റെ പൂർണ്ണമായ പിൻബലം തനിക്കാണ് എന്ന രീതിയിൽ രജിസ്ട്രാർ KS അനിൽകുമാർ മറ്റൊരു കസേരയിരിക്കുന്നു. ഇവർ 2 പേരും തമ്മിലുള്ള തർക്കം. എന്നാൽ KS അനിൽകുമാർ ഫയൽ ഒപ്പിടുമ്പോൾ ആ ഫയൽ തിരിച്ചു മടക്കി അയക്കുകയാണ് VC മോഹനൻ കുന്നുമ്മൽ. അതേസമയം മിനി കാപ്പന് 25 ഫയലുകൾ നൽകിയപ്പോൾ അതിലൊക്കെ തന്നെ ഒപ്പിട്ട് അത് തുടർ നടപടികൾക്കായി VC നൽകുന്നു. ഈ രീതിയിൽ വലിയ രീതിയിലുള്ള പോര് VCയും രജിസ്ട്രാറും തമ്മിൽ നിൽക്കുന്നു. ഇതിനകത്ത് ശ്രദ്ധേയമാകുന്നത് VCയും ഒപ്പം തന്നെയും ഈ പുതിയ രജിസ്ട്രാർ എന്ന് പറയുന്ന മിനി കാപ്പനും ഒപ്പം ഗവർണറും ഒരു തട്ടിൽ നിൽക്കുന്നു. അതേസമയം രജിസ്ട്രാർക്ക് പിന്തുണ KS അനിൽകുമാറിന്
പിന്തുണയുമായി സിൻഡിക്കേറ്റ് പൂർണ്ണമായി നിൽക്കുന്നു. ഒപ്പം തന്നെ ഈ സർക്കാരും സിൻഡിക്കേറ്റും രജിസ്ട്രാറും ഒരു ഭാഗത്ത്. അതായത് പ്രശ്നങ്ങൾ ആരാണ് പരിഹരിക്കേണ്ടത്? വിദ്യാർത്ഥികളുടെ ഭാവിയാണ് അനിശ്ചിതാവസ്ഥയിലാകുന്നത്. അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ അടിയന്തരമായ ഒരു പ്രശ്നപരിഹാരം ഉണ്ടായേ പറ്റും. പ്രതിപക്ഷമൊക്കെ വലിയ രീതിയിൽ വിമർശിക്കുന്നു സർക്കാരിനെതിരെ. കാരണം അവിടെയും SFIയുടെ ഒരു സമരാഭാസമാണ് നടക്കുന്നത്. ഈ പ്രശ്നം സർക്കാരിന് നിലവിൽ സർക്കാർ അഭിമുഖീകരിക്കുന്ന ആരോഗ്യ മേഖല അടക്കമുള്ള പല വിഷയങ്ങളിൽ നിന്നുള്ള ശ്രദ്ധ തിരിക്കാൻ വേണ്ടി SFIയെ തെരുവിലേക്ക് ഇറക്കുന്നു. SFIയുടെ ഒരു സമരാഭാസത്തിന് കൂട്ടുനിൽക്കുന്നതിന് ആരോപണം പ്രതിപക്ഷം ശക്തമായി ഉയർത്തുമ്പോഴും അവർ അപ്പോഴും മുന്നോട്ട് വെക്കുന്നത് ഈ കുട്ടികളുടെ ഒരു ഭാവി, അവിടെ ഒരു തീരുമാനം ഉണ്ടായേ പറ്റൂ. തീരുമാനം എടുക്കേണ്ട സർക്കാരായാലും ചാൻസലർ ആയാലും രണ്ടുപേരും രണ്ട് തട്ടിൽ നിന്നുകൊണ്ട് നിയമ പോരാട്ടത്തിലേക്ക് കടക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് സിൻഡിക്കേറ്റിലെ BJP മെമ്പർമാരായ 2 പേർ ഇപ്പോൾ ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ചിരിക്കുകയാണ്. കാരണം ഈ രജിസ്ട്രാർമാർ തമ്മിലൊരു തർക്കം, ആർക്കാണ് രജിസ്ട്രാർ, ആർക്കാണ് അതിനുള്ള അധികാരം എന്നത് കൃത്യമായി കോടതി ഇടപെട്ടേ മതിയാകൂ. അങ്ങനെ വരുമ്പോൾ വീണ്ടും നിയമ പോരാട്ടം നടക്കുന്നു, വീണ്ടും കൂടുതൽ സമയത്തിലേക്ക് കടക്കുകയാണ്. അതായത് ഈ ഉടനെയൊന്നും അടുത്ത കാലത്തൊന്നും ഈ ഒരു പ്രശ്നം കൃത്യമായൊരു പരിഹാരം ഉണ്ടാകുമോ എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. മായ. ശരി, കേരള സർവകലാശാലയിലെ ഫയൽ നീക്കം സ്തംഭിപ്പിച്ച് VC രജിസ്ട്രാർ പോര് തുടരുകയാണ്. വിദ്യാർത്ഥികളുടെ പ്രവേശനവും സർട്ടിഫിക്കറ്റ് വിതരണവും ഉൾപ്പെടെ അനിശ്ചിതാവസ്ഥയിലായിരിക്കുന്ന ഒരു കാഴ്ചയാണ് കേരള സർവകലാശാലയിൽ നിന്ന് കാണാനാകുന്നത്. അൺഫിൽറ്റാണ് വിവരങ്ങൾ നൽകിയത്. കേരള സർവകലാശാല ഗവർണർ വിവാദത്തിൽ പ്രതികരിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ഇപ്പോൾ നടക്കുന്ന സമരങ്ങൾ ശരിയല്ല, സംസ്ഥാന സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരങ്ങൾ മറച്ചുവെക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. KSU നടത്തുന്ന സമരങ്ങളിൽ പോലീസ് നടപടി മറ്റൊരു രീതിയിൽ. യൂണിവേഴ്സിറ്റിയിലെ കാവ്യവൽക്കരണത്തെ കോൺഗ്രസ് എതിർക്കും, എന്നാൽ അതിന്റെ പേരിൽ ചുവപ്പുവൽക്കരണം അനുവദിക്കില്ല എന്നും K മുരളീധരൻ പറഞ്ഞു. ആരോഗ്യ മേഖല തകർന്നതുപോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും തകരുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാജ്ഭവനും സർക്കാരിനും തമ്മിലുള്ള പ്രശ്നം എന്തിനാണ് സർവകലാശാലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. ആരോഗ്യരംഗത്തെ വീഴ്ചകൾക്കെതിരായ സമരങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് SFIയെ ഉപയോഗിച്ച് സർവകലാശാലകളിൽ സമരം നടത്തുന്നത്. VD സവർക്കർ എന്ന പ്രയോഗം ചേരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും VD സതീശൻ പറഞ്ഞു. സംഘർഷം ഇന്ന് കേരളത്തിലെ സർവകലാശാലകളെയും വിദ്യാർത്ഥികളെയും തടവിലാക്കിയിരിക്കുകയാണ്. രാജ്ഭവനും സർക്കാരും തമ്മിലുള്ള തർക്കം എന്തിനാണ് സർവകലാശാലകളിലേക്ക് വ്യാപിപ്പിക്കുന്നത്? അപ്പോൾ സർവകലാശാലയിൽ ഒരു ഫയൽ പോലും നീങ്ങുന്നില്ല. സർവകലാശാലയിലെ ഫയൽ രജിസ്ട്രാർക്ക് അയക്കണോ? ഏത് രജിസ്ട്രാർക്ക് അയക്കണം? പുതിയ വൈസ് ചാൻസലർ വെച്ച രജിസ്ട്രാർക്ക് അയക്കണോ, അല്ലെ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർക്ക് അയക്കണോ എന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ ആർക്കും അറിയില്ല. അപ്രോപ്രിയേറ്റ് അതോറിറ്റി തീരുമാനമെടുക്കും എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ട് ചാൻസലർ കൂടിയായ ഗവൺമെൻറ് ഒരു തീരുമാനവും ഇപ്പോൾ എടുക്കുന്നില്ല. കീം റാങ്ക് ലിസ്റ്റ് വിവാദത്തിൽ പ്രതികരിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു. എല്ലാ കുട്ടികൾക്കും നീതി ലഭിക്കണമെന്ന അടിസ്ഥാനത്തിലായിരുന്നു ക്യാബിനറ്റ് തീരുമാനം. ശാസ്ത്രീയമായ ഫോർമുലയാണ് സർക്കാർ അവലംബിച്ചത്. കീം പരീക്ഷയിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്താലും 35 മാർക്ക് കുറയുന്ന സ്ഥിതി കേരള സിലബസിനുണ്ടായിരുന്നു. അത് മറികടക്കാനാണ് സർക്കാർ ശ്രമിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. ഒരുപാട് കുട്ടികളെ ബാധിക്കുന്ന പ്രശ്നമാണ്, അവർക്ക് നീതി ലഭിക്കണമെന്ന രീതിയിലാണ് തീരുമാനമെടുത്തതെന്നും മാധ്യമങ്ങൾ കോടതിയാകേണ്ടെന്നും മന്ത്രി കൊച്ചിയിൽ പ്രതികരിച്ചു. മന്ത്രി R ബിന്ദുവിനെതിരെ കൊച്ചിയിൽ കരിങ്കൊടി പ്രതിഷേധം. KSU പ്രവർത്തകരാണ് മന്ത്രിയെ കരിങ്കൊടി കാണിച്ചത്. പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതേസമയം കീം പ്രവേശനത്തിൽ ഓപ്ഷൻ ക്ഷണിച്ചുള്ള അറിയിപ്പ് ഉടൻ പുറത്തിറങ്ങും. ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടതോടെ കീം പരീക്ഷയുടെ പുതുക്കിയ ഫലം സർക്കാർ ഇന്നലെ രാത്രി പ്രസിദ്ധീകരിച്ചിരുന്നു. 1-ാം തീയതിയാണ് മാർക്ക് ഏകീകരണത്തിൽ പുതുക്കിയ ഫോർമുല പ്രകാരമുള്ള റാങ്ക് ലിസ്റ്റ് സർക്കാർ പ്രസിദ്ധീകരിച്ചത്. ആദ്യ 100 റാങ്കിൽ കേരള സിലബസിൽ നിന്നുള്ള 43 കുട്ടികൾ ഇടം പിടിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടതോടെ സംസ്ഥാന സർക്കാർ മാർക്ക് ഏകീകരണത്തിൽ പഴയ ഫോർമുല പ്രകാരമുള്ള പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. പഴയ രീതി പ്രകാരം റാങ്ക് പട്ടിക പുറത്തിറക്കിയാൽ സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന കുട്ടികൾ പിന്നിലാകുമെന്ന ആക്ഷേപം ശരിവയ്ക്കുന്ന തരത്തിലുള്ളതാണ് പുതിയ റാങ്ക് പട്ടിക. 1-ാം റാങ്ക് ഉൾപ്പെടെ മാറി. തിരുവനന്തപുരം സ്വദേശിയായ ജോഷുവ ജേക്കബ് തോമസിനാണ് 1-ാം റാങ്ക്. ആദ്യ 100 റാങ്കിൽ 21 പേർ കേരള സിലബസിൽ പഠിച്ചവരും 79 പേർ CBSE സിലബസിൽ പഠിച്ചവരുമാണ്. കീം ആദ്യ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് പുതിയ ഫോർമുല പിന്തുടർന്ന് പുതിയ റാങ്ക് ലിസ്റ്റ് സർക്കാർ പ്രസിദ്ധീകരിച്ചത്. സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ ഇടപെടാൻ കാരണങ്ങളില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് അഭിപ്രായപ്പെടുകയായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
PM കുസും പദ്ധതിയിൽ അനർട്ട് സിഇഒ വിളിച്ച ടെൻഡറിൽ അടിമുടി ക്രമക്കേടെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. കർഷകർക്ക് സൗരോർജ്ജ പമ്പുകൾ നൽകാനുള്ള PM കുസും പദ്ധതിയിലാണ് അഴിമതി ആരോപണം. അനർട്ട് നടത്തിയത് വൻ അഴിമതിയെന്ന് ആരോപിച്ച അദ്ദേഹം സംസ്ഥാന വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കും അഴിമതിയിൽ പങ്കുണ്ടെന്ന് ആരോപിച്ചു. 5 കോടി രൂപയുടെ ടെൻഡർ വിളിക്കാൻ മാത്രം അധികാരമുള്ള സിഇഒ 240 കോടി രൂപയ്ക്ക് ടെൻഡർ വിളിച്ചതിലാണ് ആരോപണം ഉയർന്നത്. നിയമസഭാ സമിതി അഴിമതിയിൽ അന്വേഷണം നടത്തണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. 172 കോടി രൂപ നബാർഡിൽ നിന്നെടുത്ത് അത് 5.25% പലിശക്കെടുത്ത് 7 വർഷത്തേക്ക് കേരളത്തിലെ എല്ലാ കർഷകർക്കും സൗരോർജ്ജ പമ്പുകൾ വെക്കാനുള്ള ഈ പദ്ധതിയാണ് വിഭാവനം ചെയ്തത്. ദൗർഭാഗ്യവശാൽ അത് അനർട്ട് അഴിമതിക്കും കൊള്ളയ്ക്കും വേണ്ടി ഇത് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വൈദ്യുതി മന്ത്രിയാണ് ഇതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ കള്ളക്കളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. വൈദ്യുതി മന്ത്രിയും അനർട്ടിൻ്റെ സിഇഒയും ചേർന്ന് 240 കോടി രൂപയിൽ 100 കോടി രൂപയുടെ അഴിമതിക്കാണ് ഇവിടെ കളമൊരുക്കിയത്. നിർമ്മാണം നടക്കുന്ന കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വൻ സുരക്ഷാ വീഴ്ച. നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ നിന്ന് വലിയ കമ്പി യാത്രക്കാരുടെ തലയിലേക്ക് പതിച്ചു. പരിക്കേറ്റ 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലം നിരാവിൽ സ്വദേശി സുധീഷ്, തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി ആശ എന്നിവർക്കാണ് പരിക്കേറ്റത്. സർക്കാർ ജീവനക്കാരനായ സുധീഷ് തിരുവനന്തപുരത്തേക്ക് പോകാൻ ട്രെയിൻ കയറാൻ എത്തിയതായിരുന്നു. മൈനാഗപ്പള്ളി സ്കൂളിലെ അധ്യാപികയായ ആശ ട്രെയിനിൽ നിന്നിറങ്ങി വരുമ്പോഴായിരുന്നു അപകടം. റെയിൽവേ സ്റ്റേഷൻ വികസനവുമായി ബന്ധപ്പെട്ട് ഏറെ നാളുകളായി ഇവിടെ നിർമ്മാണ ജോലികൾ നടന്നുവരികയാണ്. ഇതുമൂലം യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അപകട സാധ്യതകൾ ഉള്ളതിനാൽ നിർമ്മാണ ജോലികൾ വേഗത്തിലാക്കണമെന്ന് യാത്രക്കാർ പലതവണ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും റെയിൽവേ കൃത്യമായ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. ഇതിന്റെ ഉയരത്തിന് മേലെ ഈ കമ്പി വന്ന് ഈ കമ്പികളടിച്ച് അവരെ പുരുഷൻ തലയിൽ വന്ന് വീണ് സ്ത്രീയുടെ തലയിൽ ഉച്ചി മൊത്തം പൊട്ടി. പിന്നെ ആ പുരുഷന്റെ പുറകിൽ തട്ടിയാൽ പൊക്കി ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വണ്ടി ആംബുലൻസ് കിട്ടിയില്ല, ഓട്ടോയ്ക്കകത്ത് കയറ്റിയാണ് അത് കൊണ്ടുവരിക്കുന്നത്. ഞാൻ ചെന്നൈ മെയിലിൽ പോകാനായിട്ട് വന്നതാണ്. നടന്ന് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലോട്ട് ചെന്ന് ട്രെയിനിലോട്ട് കയറാനായിട്ട് അടുത്തോട്ട് ചെന്നപ്പോൾ പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ടു. പിന്നെ എനിക്ക് ബോധം നഷ്ടപ്പെട്ടു. തലയിൽ നിന്ന് കമ്പി വീണയാണെന്ന് എനിക്ക് പിന്നെ ബോധമായി. പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ വന്നിട്ടാണ് എനിക്കൊരു ബോധമായിട്ട് കിട്ടിയത്. അപ്പോഴത്തേക്ക് എന്താണെന്നൊരു ഐഡിയ കിട്ടിയില്ല. അപ്പോഴത്തേക്ക് വീണ സമയത്ത് തന്നെ ബോധം പോയിരുന്നു. വേറെ ഹോസ്പിറ്റലിലേക്ക് മാറിയാണ്. നല്ല മുറിവാണ്. കണ്ണൂർ റെയിൽവേ ട്രാക്കിൽ കോൺക്രീറ്റ് സ്ലാബ് കണ്ടെത്തി. വളപട്ടണം റെയിൽവേ സ്റ്റേഷന് സമീപമാണ് സംഭവം. പുലർച്ചെ 2 മണിയോടെ കൊച്ചുവേളി ഭാവ്നഗർ എക്സ്പ്രസ് കടന്നു പോകുമ്പോഴാണ് സ്ലാബ് ശ്രദ്ധയിൽപ്പെട്ടത്. ലോക്കോ പൈലറ്റാണ് സ്ലാബ് കണ്ടത്. കൃത്യസമയത്ത് ട്രെയിൻ നിർത്തിയതിനാൽ അപകടം ഒഴിവായി. റെയിൽ ലൈനിന്റെ എർത്ത് കമ്പിക്ക് ഉപയോഗിക്കുന്ന സ്ലാബാണ് പാളത്തിൽ വെച്ചത്. വളപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 100 മീറ്റർ അകലെയായിരുന്നു സംഭവം. സംഭവത്തിൽ റെയിൽവേ പോലീസ് അന്വേഷണം തുടങ്ങി. ചെങ്ങന്നൂർ ഭാസ്കര കാരണവർ വധക്കേസ് പ്രതി ഷെറിന് ജയിൽ മോചനം. സർക്കാരിന്റെ ശുപാർശ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ അംഗീകരിച്ചതോടെയാണ് ഷെറിന് മോചനം സാധ്യമായത്. ഷെറിനടക്കം 11 പേരെ ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കും. ഷെറിന് ശിക്ഷാ ഇളവ് നൽകണമെന്ന് സർക്കാർ നേരത്തെ ശുപാർശ നൽകിയിരുന്നു. എന്നാൽ ഇതിനെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നത്. ഷെറിന് അടിക്കടി പരോൾ നൽകുന്നതും ജയിലിൽ സഹതടവുകാരുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും വിമർശനത്തിനിടയാക്കി. എന്നാൽ ഷെറിനെ ജയിൽ മോചിതയാക്കണമെന്ന് സർക്കാർ വീണ്ടും ആവശ്യപ്പെടുകയായിരുന്നു. ഓരോ തടവുകാരുടെയും കുറ്റകൃത്യം, ശിക്ഷ, പരോൾ ലഭ്യമായത്, ജയിലിലെ പെരുമാറ്റം തുടങ്ങിയ വിശദാംശങ്ങൾ പ്രതിപാദിക്കുന്ന ഫോറം പൂരിപ്പിച്ചാണ് അപേക്ഷ സമർപ്പിച്ചത്. ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് 14 വർഷം തടവ് പൂർത്തിയാക്കിയ 11 പേരെയാണ് ഇപ്പോൾ മോചിപ്പിക്കുന്നത്. നിലവിൽ ഷെറിൻ പരോളിലാണ്. ഷെറിനെ തിരികെ വിളിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജയിൽ മോചിതയാക്കും. മാനുഷിക പരിഗണന, കുടുംബിനി എന്നീ പരിഗണനകളാണ് ഷെറിന് ഇളവ് നൽകിയത്. 2009 നവംബർ 8-നാണ് ചെറിയനാട് കാർണവേഴ്സ് വില്ലയിലെ ഭാസ്കര കാർണവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഭാസ്കര കാർണവരുടെ മകന്റെ ഭാര്യയായ ഷെറിനായിരുന്നു കേസിലെ 1-ാം പ്രതി. ന്യൂസ് ഡെസ്ക് അമൃത TV. കൊച്ചി BPCL റിഫൈനറിയിലുണ്ടായ പൊട്ടിത്തെറിയെ തുടർന്ന് സമീപ പ്രദേശമായ അയ്യൻകുഴിയിലെ വീടുകളും പ്രദേശവും വാസയോഗ്യമാണോ എന്ന് പരിശോധിക്കാൻ നിശ്ചയിച്ച സംഘം ഉച്ചയ്ക്ക് 2 മണിയോടെ പരിശോധന നടത്തും. 42 വീടുകളാണ് അയ്യൻകുഴിയിലുള്ളത്. പൊട്ടിത്തെറിയെ തുടർന്ന് ഇവിടെയുള്ളവരെ ചോറ്റാനിക്കരയിലെ ടൂറിസ്റ്റ് ഹോമിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. മലിനീകരണം മൂലം ഇവിടെ ജീവിതം ദുസ്സഹമെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസം BPCL റിഫൈനറിയിലുണ്ടായ പൊട്ടിത്തെറിയെ തുടർന്ന് പ്രദേശത്ത് പുകയും രൂക്ഷഗന്ധവും പടർന്നിരിക്കുകയാണ്. റിഫൈനറിയുടെ സമീപത്തുള്ള അയ്യൻകുഴിയിലെ 42 കുടുംബങ്ങളാണ് തീപിടുത്തത്തിന്റെ ദുരിതം അനുഭവിക്കുന്നത്.
മലിനവായു ശ്വസിച്ച് ദേഹാസ്വസ്ഥമുണ്ടായ നിരവധി പേരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരുന്നു. പൊട്ടിത്തെറി ഉണ്ടായതിനു പിന്നാലെ അയ്യങ്കുഴിയിലെ താമസക്കാരിൽ പലരും ബന്ധുവീടുകളിലും മറ്റും അഭയം പ്രാപിച്ചിരിക്കുകയാണ്. വളരെ ദുഷ്കരമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഓടാനായിട്ടൊരു മാർഗ്ഗമില്ല. ഒന്ന് അകത്ത് കയറി പുറത്ത് വന്നപ്പോഴാണ് മൊത്തം മൂടലായി, ഒന്നും കാണാൻ പറ്റാത്ത രീതി. ഇരു കമ്പനികളും BPCLും HOC 2 കമ്പനികളുടെ നടുക്കാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. 2 കമ്പനികളുടെ അശാസ്ത്രീയമായിട്ടുള്ള സ്ഥലമെടുപ്പ് കാരണം ഒറ്റപ്പെട്ട് പോയവരാണ്. ഞങ്ങൾക്കിനി സാമ്പത്തികമായിട്ട് കുറച്ച് മെച്ചപ്പെട്ടവരായിരുന്നെങ്കിൽ പണ്ടേക്ക് വേണ്ട ഈ ഭൂമി ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് വേറെ എവിടെയെങ്കിലും പോയിരുന്നു. റിഫൈനറിക്ക് സമീപത്തെ ജനജീവിതം ദുസ്സഹമാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെയുണ്ടായ കുടുംബങ്ങളിൽ പലതും വാടക വീടുകളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും മാറി താമസിക്കുകയാണ്. ശേഷിക്കുന്ന 42 കുടുംബങ്ങളാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഇപ്പോൾ ഒരു 18-22 കുടുംബം ആകുള്ളൂ ഈ 45 കുടുംബത്തിൽ. ബാക്കിയുള്ള കുടുംബങ്ങളെല്ലാം കുഞ്ഞുങ്ങളായി വന്നപ്പോൾ ഇതുങ്ങളെ ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ പറയും ഇവിടുന്ന് മാറി താമസിക്കും, കാലാവസ്ഥയുടെ ഇതുകൊണ്ടാണ്, ഈ പൊല്യൂഷൻ്റെ ഇതുകൊണ്ടാണ്. അങ്ങനെ ഭൂരിഭാഗം ആൾക്കാർ ഒഴിഞ്ഞുപോയി. ഞങ്ങൾക്കൊരു ഗതിയില്ല, വാടക കൊടുത്ത് അങ്ങനെ പോകാനുള്ളൊരു ഇതില്ലാത്ത കാരണം ഞങ്ങൾ അവിടെ തന്നെ ഇപ്പോഴും എല്ലാം സഹിച്ച് കിടക്കുകയാണ്. വീടുകളും പ്രദേശവും വാസയോഗ്യമാണോ എന്ന് പരിശോധിക്കാൻ നിശ്ചയിച്ച സംഘം ഇന്ന് പരിശോധന നടത്തും. മലിനീകരണ നിയന്ത്രണ ബോർഡ് എഞ്ചിനീയർ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ, വില്ലേജ് ഓഫീസർ, കമ്പനി പ്രതിനിധികൾ എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തുക. അയ്യങ്കുഴിയിലുണ്ടായ കുടുംബങ്ങളെ ഇപ്പോൾ ചോറ്റാനിക്കരയിലെ ടൂറിസ്റ്റ് ഹോമിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. പ്രദേശം വാസയോഗ്യമാണെന്ന റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഇവർക്ക് തിരികെ മടങ്ങാനാകൂ. അമൃത ന്യൂസ്, കൊച്ചി. സ്കൂൾ സമയ വിവാദത്തിൽ സമയം മാറ്റണമെന്നാവശ്യപ്പെടുന്നവർ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സമയം ക്രമീകരിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം സൗകര്യം ചെയ്തു കൊടുക്കാൻ കഴിയില്ല. ഇക്കാര്യത്തിൽ പ്രത്യേക വിഭാഗത്തിന്റെ പേര് പറഞ്ഞ് സർക്കാരിനെ വിരട്ടരുതെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. ആലപ്പുഴ അരൂരിൽ പാമ്പുകടിയേറ്റ് യുവതി മരിച്ചു. അരൂർ കോതോട്ട് ഡിനൂബിന്റെ ഭാര്യ നീതുവാണ് മരിച്ചത്. ഇന്നലെ രാവിലെ വീട്ടിലെ അലക്കുകല്ലിന് സമീപത്ത് വെച്ച് പാമ്പുകടിയേറ്റ നീതു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം തുറന്ന് പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കിടപ്പ് സമരം സംഘടിപ്പിച്ചു. പുതിയ PMSY ബ്ലോക്കിൽ ആരംഭിച്ച കാഷ്വാലിറ്റി തീപിടുത്തത്തെ തുടർന്നാണ് അടച്ചത്. കെട്ടിടത്തിലെ അപാകതകൾ പരിഹരിച്ചിട്ടും യഥാസമയം കെട്ടിടം രോഗികൾക്ക് തുറന്നുകൊടുക്കുന്നില്ലെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. നിലവിലെ താൽക്കാലിക കാഷ്വാലിറ്റി സംവിധാനം പര്യാപ്തമല്ലെന്ന് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ പറഞ്ഞു. കൊട്ടാരക്കരയിൽ വീണ്ടും തെരുവുനായ ആക്രമണം. 6 പേർക്ക് കടിയേറ്റു. 70 വയസ്സുള്ള കൊട്ടാരക്കര പുലമൺ സ്വദേശി ഗോപിനാഥൻ എന്നയാളുടെ മൂക്ക് തെരുവുനായ കടിച്ചു പറിച്ചു. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെത്തിയ ആൾക്കും കടിയേറ്റു. രാവിലെ 11 മണിയോടെയായിരുന്നു തെരുവുനായയുടെ ആക്രമണം. പുനലൂർ സ്വദേശി കുശലാകുമാരി, സുരേഷ് കുമാർ, സദാനന്ദപുരം സ്വദേശി സാം കുഞ്ഞ്, പാണ്ടിത്തിട്ട സ്വദേശി കുഞ്ഞുമോൾ, ചെന്നൈ സ്വദേശി ഗംഗാധരൻ എന്നിവർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. ഇവർ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പ്രകീർത്തിച്ച് ശശി തരൂർ MP. മോദി വ്യക്തിപ്രഭാവമുള്ള നേതാവാണെന്നും ഇടതുപക്ഷ നയങ്ങളിൽ നിന്നും രാജ്യം ശക്തമായ ദേശീയതയിലേക്ക് മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. വ്യക്തിപ്രഭാവമുള്ള നേതാവിന്റെ നേതൃത്വത്തിലും കേന്ദ്രീകൃത ഭരണത്തിലുമാണ് ഇത് സാധ്യമായതെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു. ലണ്ടനിലെ ജിൻഡാൽ ഗ്ലോബൽ സർവകലാശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് തരൂരിന്റെ പരാമർശം. അടിയന്തരാവസ്ഥയെ വിമർശിച്ചുള്ള ലേഖനത്തിന് പിന്നാലെയാണ് മോദിയെക്കുറിച്ചുള്ള പരാമർശം. ശശി തരൂരിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ശശി തരൂർ പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കണമെന്നും കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം തരൂർ മനസ്സിലാക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ വോട്ട് നേടിയാണ് തരൂർ വിജയിച്ചത്. തരൂരിന്റെ ഇതുവരെയുള്ള നിലപാടുകൾ തിരുത്തണമെന്നും മുരളീധരൻ ആലപ്പുഴയിൽ പറഞ്ഞു. ഇത്തവണ ശശി തരൂരിനെ ജയിക്കാൻ കാരണം അദ്ദേഹം കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ മുഖം പോലും കാണാതെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാണെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ ചെയ്ത വോട്ടാണ് അദ്ദേഹത്തിന് MP ആക്കിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള നിലപാടുകൾ തിരുത്തണം. തിരുത്തി ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നയിക്കുന്ന ഒരാളായിട്ട് അദ്ദേഹം വരണം. ഇപ്പോൾ ഫലത്തിൽ അദ്ദേഹം നാട്ടിൽ തന്നെ കാണുന്നില്ല. അതുകൊണ്ടാണ്
ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. 13 പാക് വ്യോമതാവളങ്ങളിൽ പ്രഹരമേൽപ്പിച്ചെന്ന് അജിത് ഡോവൽ പറഞ്ഞു. 9 തീവ്രവാദ ക്യാമ്പുകൾ ലക്ഷ്യമിട്ടെന്നും ഒരിടത്തും പിഴച്ചില്ലെന്നും നാഷണൽ സെക്യൂരിറ്റി ഏജൻസി വ്യക്തമാക്കുന്നു. ഇന്ത്യക്ക് നഷ്ടമുണ്ടായിട്ടില്ലെന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആവർത്തിച്ചു. Contactless warfare at the unmanned systems has been a long journey. Do you know one of the biggest empires which ruled for 2,500 years? One of the most important reasons why it was defeated and was finished. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവ സമയത്ത് ആറാട്ട് കടന്നുപോകുന്ന പടിഞ്ഞാറേക്കോട്ട വാതിൽ ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. ഉത്തരവിലൊതുങ്ങാതെ എത്രയും പെട്ടെന്ന് സമഗ്ര സംരക്ഷണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചില്ലെങ്കിൽ ചരിത്ര സ്മാരകം ഓർമ്മ മാത്രമാകും. 1747 ആണ്ടിൽ ടിപ്പു സുൽത്താന്റെ ആക്രമണം ചെറുക്കാൻ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര പ്രദേശങ്ങൾക്ക് ചുറ്റും കരിങ്കൽ കോട്ടകൾ കെട്ടാൻ ആരംഭിച്ചു. എല്ലാ ചുറ്റിലും കരിങ്കൽ കോട്ടകൾ കെട്ടാൻ സമയം തികയില്ലെന്ന് കണ്ടപ്പോൾ ചിലയിടങ്ങളിൽ മൺകോട്ടകൾ കെട്ടിപ്പൊക്കി. അങ്ങനെ അനന്തപത്മനാഭന്റെ ചരിത്രമുറങ്ങുന്ന തിരുവിതാംകൂറിൽ ഭഗവാന് ചുറ്റും കോട്ടകൾ ഉയർന്നു. കിഴക്കേക്കോട്ട, തെക്കേക്കോട്ട, പടിഞ്ഞാറേക്കോട്ട, പഴവങ്ങാടിക്കോട്ട, വിറകുപുരക്കോട്ട, അഴിക്കോട്ട, വെട്ടിമുറിച്ച കോട്ട, പുന്നപുരം കോട്ട, ശ്രീകണ്ഠേശ്വരം കോട്ട എന്നീ 9 കോട്ടയ്ക്കുള്ളിലെ പ്രദേശം കോട്ടയ്ക്കകമെന്നും അറിയപ്പെട്ടു. ചരിത്ര സ്മാരകങ്ങൾ കൂടിയായ ഈ കോട്ടകൾ കാണാനും ആസ്വദിക്കാനും ഗവേഷണം നടത്താനും അനേകം പേരെത്താറുണ്ട്. എന്നാൽ പടിഞ്ഞാറേക്കോട്ട ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. ഈ പടിഞ്ഞാറക്കോട്ടയുടെ ശോചനീയ അവസ്ഥ തുടങ്ങിയിട്ട് ഏതാണ്ട് 1.5 വർഷത്തിന് മേലെയായി. ഇന്ന് ശരിക്കും പറഞ്ഞാൽ എല്ലാ കോട്ടകളുടെ അവസ്ഥയും ശോചനീയമാണെങ്കിൽ തന്നെയും പടിഞ്ഞാറക്കോട്ടയുടെ അവസ്ഥ വളരെ ശോചനീയമാണ്. അതിൻ്റെ ഒരു ഭാഗത്തെ ചുവര് തന്നെ ഇടിഞ്ഞ് വീണിരിക്കുകയാണ്. നമുക്കത് ആ ഒരു പച്ച ടാർപ്പ കൊണ്ട് മറച്ചു കെട്ടി വെച്ചിരിക്കുകയാണ്. അത് എത്രത്തോളം സ്ട്രോങ് ആയിട്ട് നിൽക്കുമെന്ന് പോലും പറയാൻ പറ്റത്തില്ല. ആ കോട്ടയുടെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള മതിലുകളുടെ അവസ്ഥയും വളരെ ശോചനീയമാണ്. പൈങ്കുനി ഉത്സവ ദിവസങ്ങളിൽ പടിഞ്ഞാറേക്കോട്ട കടന്ന് വള്ളക്കടവ് വഴി തിരുവനന്തപുരം വിമാനത്താവളത്തിലൂടെയാണ് ആറാട്ടെഴുന്നള്ളത്ത് പോകുന്നതും മടങ്ങുന്നതും. 2024 ജൂൺ 26 കോട്ടയുടെ പുറംഭാഗം അടർന്നു വീണത്. തെക്കേക്കോട്ടവാതിൽ, അഴിക്കോട്ടവാതിൽ, പടിഞ്ഞാറേക്കോട്ടവാതിൽ, വടക്കേക്കോട്ടവാതിൽ എന്നിവയുടെ സമഗ്ര സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി ഉത്തരവായിട്ടുണ്ട്. ഉടൻ പ്രവർത്തനം ആരംഭിച്ചില്ലെങ്കിൽ കോട്ട പൂർണ്ണനാശത്തിലേക്കെത്തും. അനന്തപുരിയുടെ ചരിത്ര മൂല്യങ്ങളുടെയും സാംസ്കാരിക പൈതൃകത്തിൻ്റെയും പ്രതീകം കൂടിയാണ് പടിഞ്ഞാറേക്കോട്ട. ഇത്തരം പൈതൃക സ്മാരകങ്ങൾ വരും തലമുറയ്ക്ക് കൈമാറേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്വമാണ്. ക്യാമറമാൻ സുനിൽകുമാറിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. 75 വയസ്സായാൽ വിരമിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി വഴിമാറിക്കൊടുക്കണമെന്ന RSS മേധാവി മോഹൻ ഭാഗവത്തിന്റെ പരാമർശം ആയുധമാക്കി പ്രതിപക്ഷം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉദ്ദേശിച്ചാണ് പ്രസ്താവനയെന്ന് പറഞ്ഞ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം രംഗത്ത് വന്നു. അതേസമയം പ്രവൃത്തിയിൽ കാണിക്കാതെ വാചകമടിക്കുന്നത് എപ്പോഴും അപകടമാണെന്നാണ് കോൺഗ്രസിന്റെ പരിഹാസം. കഴിഞ്ഞ ദിവസം നാഗ്പൂരിൽ RSS നേതാവായിരുന്ന മോറോപന്ത് പിംഗ്ലയെ പറ്റിയുള്ള പുസ്തകത്തിന്റെ പ്രകാശന വേളയിലാണ് പ്രായപരിധി പരാമർശം RSS മേധാവി മോഹൻ ഭാഗവത് നടത്തിയത്. നിങ്ങൾക്ക് 75 വയസ്സ് തികഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ നിർത്തി മറ്റുള്ളവർക്ക് വഴിയൊരുക്കണമെന്നാണ് മോഹൻ ഭാഗവത് പറഞ്ഞത്. രാഷ്ട്രസേവനത്തോടുള്ള സമർപ്പണം ഉണ്ടായിരുന്നിട്ടും പ്രായമായി എന്ന് തിരിച്ചറിഞ്ഞ് മാന്യമായി പിന്മാറണമെന്നതിൽ മോറോപന്ത് വിശ്വസിച്ചിരുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. पावसाळ्याचे दिवस महामूर पाऊस सगळीकडे पूर आलेला. गाडी एका स्टेशनवर थांबली. पुढे जायला वेळ लागेल. ഭാഗവതിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ അദ്ദേഹം ഉദ്ദേശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെയാണെന്ന് ചൂണ്ടിക്കാട്ടി ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം രംഗത്ത് വന്നു. LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ജശ്വന്ത് സിംഗ് തുടങ്ങിയ മുതിർന്ന നേതാക്കളെ 75 വയസ്സ് പരിധി പറഞ്ഞ് നിർബന്ധപൂർവ്വം മാറ്റി നിർത്തിയ ആളാണ് നരേന്ദ്രമോദി. അതേ മാനദണ്ഡം മോദിക്ക് സ്വയം ബാധകമാകുമോ എന്ന് കണ്ടറിയാമെന്ന് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റൌത്ത് അഭിപ്രായപ്പെട്ടു. പ്രവൃത്തി പദ്ധതിയിൽ കാണിക്കാതെ വാചകമടിക്കുന്നത് എപ്പോഴും അപകടമാണെന്ന് BJP വിമർശിച്ചു.
വിമർശിച്ച് കോൺഗ്രസ് നേതാവ് അഭിഷേക് സിംഗ്വിയും രംഗത്തെത്തി. അതേസമയം BJP വിശദീകരണവുമായി രംഗത്ത് വന്നു. മോദിക്ക് പ്രായപരിധിയിൽ നേരത്തെ ഇളവ് കൊടുത്തിട്ടുള്ളതാണെന്ന് BJP പറയുന്നു. 5 വർഷം മുൻപ് തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ടെന്നും BJP വൃത്തങ്ങൾ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ സെപ്റ്റംബറിൽ 75 വയസ്സ് തികയുന്ന പശ്ചാത്തലത്തിലാണ് രാഷ്ട്രീയമായി മോഹൻ ഭാഗവതിന്റെ പരാമർശത്തിന് ഇത്രയേറെ പ്രാധാന്യം കൈവരുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. ഹേമചന്ദ്രൻ കൊലപാതക കേസിലെ മുഖ്യപ്രതി നൌഷാദിനെ തെളിവെടുപ്പിനായി വയനാട് സുൽത്താൻ ബത്തേരിയിലെത്തിച്ചു. ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുവന്ന് താമസിപ്പിച്ച വീട്ടിലെത്തിയാണ് അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പ്. നൌഷാദിനെ പിന്നീട് ചേരമ്പാടിയിലും ഗുണ്ടൽപേട്ടിലും എത്തിച്ച് തെളിവെടുക്കും. ജൂൺ 28-നാണ് 1.5 വർഷം മുൻപ് കോഴിക്കോട് നിന്നും കാണാതായ ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്ത്യക്കെതിരായ 3ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ട് ഭേദപ്പെട്ട സ്കോറിലേക്ക്. 1ാം ദിനം കളി അവസാനിക്കുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 251 റൺസ് എന്ന നിലയിലാണ് ഇംഗ്ലണ്ട്. 37ാം ടെസ്റ്റ് സെഞ്ചുറിക്ക് 1 റൺ അകലെ നിൽക്കുന്ന ജോ റൂട്ടും ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സുമാണ് ക്രീസിൽ. ഇന്ത്യക്ക് വേണ്ടി നിതീഷ് കുമാർ റെഡ്ഡി 2 വിക്കറ്റ് നേടി. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.